ദൈവം സഹായിച്ചിട്ട് രണ്ടാമത്തെ വട്ടമാണ് ഇതുപോലെ ഒരു പ്രൗഡ്ഫുൾ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങളുടെ ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പിനോടുകൂടി ഫൈനലി മുഹമ്മദ് സനൂഫ് ഹാസ് ബീൻ അറസ്റ്റഡ്. 2025 പഹൽഗാം ഇഷ്യൂ നടക്കുന്ന സമയത്ത് അന്ന് അവിടെ വെച്ച് കൊല്ലപ്പെട്ടിട്ടുള്ള മലയാളിയായിട്ടുള്ള രാമചന്ദ്രൻ സാറിന്റെ മകള് ആരതി രാമചന്ദ്രൻ അവര് ന്യൂസ് ചാനലുകൾക്ക് കൊടുത്ത ഒരു ബൈറ്റിന്റെ കീഴില് മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ ഇട്ടിട്ടുള്ള ഒരു കമന്റ് ആണിത്. ഈ കമന്റ് വായിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനും ഇവനെതിരെ കംപ്ലൈന്റ് കൊടുക്കാനല്ല, മറിച്ച് ഇവനെ കൈ കിട്ടുകയാണെങ്കിൽ കണ്ടം തുണ്ടം വെട്ടിക്കീറാനായിരിക്കും തോന്നുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവൻ നാട്ടിലുണ്ടായിരുന്നില്ല ആ സമയത്ത്. അവൻ ആ സമയത്ത് സൗദിയിലായിരുന്നു. ഇങ്ങനെ ഫൈനലി അവനിട്ട് ആ കമന്റിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് ഞാൻ തൊടുപുഴ മുട്ടം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അന്ന് കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലൈന്റ് ഫയൽ ചെയ്തതിന് ശേഷം ഇവിടുന്ന് സാറുമാര്, ഇവന്റെ വീട് മലപ്പുറത്താണ്, മലപ്പുറത്ത് പോയിട്ട് അവന്റെ വീട്ടിൽ ചെന്ന് ഇവനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായി അവൻ നാട്ടിലില്ല, അവൻ പുറത്താണ്. ആ നാട്ടിൽ വരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഏകദേശം ധാരണയായി. ഇന്നലെ വെളുപ്പിനെ അവൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് ആ സ്പോട്ടിൽ തന്നെ അവനെ നമ്മുടെ എയർപോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇവിടുന്ന് മുട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ അവിടെ ചെന്ന് അവനെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഓപ്പൺ കോർട്ടിൽ ഹാജരാക്കിയിട്ട് 14 ദിവസത്തേക്ക് അവന് റിമാൻഡ് കൊടുത്തിരിക്കുകയാണ്. മുട്ടത്തുള്ള ഇടുക്കി ജില്ലാ ജയിലിലാണ് നിലവിൽ ഇപ്പം അവനുള്ളത്. ഇവനെ പോലെ തന്നെ വേറൊരുത്തിനെതിരെ അന്ന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, മുഹമ്മദ് നസീം എന്ന് പറഞ്ഞിട്ട്. അവൻ ഇതുപോലെ തന്നെ മലപ്പുറംകാരനാണ്. അവൻ SIO സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകനായിരുന്നു. അവനെ ആ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യുകയും അവനെ റിമാൻഡ് കൊണ്ടുവൊക്കെ ചെയ്തു. ഞാൻ ഇവനെതിരെ കൊടുത്തിരുന്ന ആ പരാതിയുടെ പോസ്റ്റിന്റെ താഴെ ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരാളെ ഇല്ല, ഇങ്ങനെ ഒരുത്തൻ ജീവിച്ചേ ഇരിപ്പില്ല, ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ്, ഇങ്ങനെ ഒരാളെ പോലും ഞങ്ങൾ AI വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്, അവന്റെ DP പോലും AI ആണ്, ഇങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ലെന്നൊക്കെ പറഞ്ഞു കുറെ ന്യായീകരണ സുഡാപ്പികൾ എന്റെ പോസ്റ്റിന് അടിയിൽ വന്നിട്ട് മെഴുകുന്നുണ്ടായിരുന്നു. നിങ്ങൾ AI ആണെന്നും എന്റെ ക്രിയേഷൻ ആണെന്നും ഒക്കെ വരുത്തി തീർക്കാൻ ശ്രമിച്ച ആ മുഹമ്മദ് സനൂഫിനെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാവിലെ എണീക്കുന്ന സമയത്ത് എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് ചെയ്തത്. കേരള പോലീസിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വരികയാണ് ചെയ്തത്. നിങ്ങൾ കൊടുത്ത കംപ്ലൈന്റ് പ്രകാരം മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന വ്യക്തിയെ വെളുപ്പിനെ 2:30 നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ എനിക്ക് മെസ്സേജ് വരികയാണ്. ആക്ച്വലി ആ മെസ്സേജ് കണ്ടപ്പോ എന്റെ ആ ഒരു എൻറ്റയർ ഡേ അവിടെ കൊണ്ട് ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞ വേറെ ലെവൽ ഹാപ്പിനെസ്. ആക്ച്വലി ഇന്ത്യയിലെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഇവനൊക്കെതിരായിട്ട് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ മെസ്സേജ് എനിക്ക് ഇതിൽ കൂടെ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇവിടുന്ന് ആദ്യം ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി അവിടെ പോയ പോലീസുകാരുടെ അടുത്ത് അവർ പറഞ്ഞത് അവന് ചിലപ്പോൾ മാനസിക ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അവൻ അറിയാതിട്ട കമന്റ് ആയിരിക്കും എന്നൊക്കെയാണ് അവന്റെ ഉപ്പയും ഉമ്മയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ ഇത് ഒരു തവണയല്ല, അതിനുശേഷവും അവൻ അവന്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ സൗദിയിലാണ്, അവൻ ഇന്ത്യക്കോ അല്ലെങ്കിൽ കേരള പോലീസിനോ ഇവിടുത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള 100% കോൺഫിഡൻസിൽ അവൻ അവിടെ ഇരുന്ന് നമ്മുടെ എല്ലാ ന്യൂസ് ചാനലുകളിലും ആ ഒരു ടൈമിൽ വന്നുകൊണ്ടിരുന്ന പഹൽഗാം ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരുന്ന എല്ലാ ന്യൂസിന്റെ അടിയിലും ലൈവുകളുടെ അടിയിലും കയറിയിട്ട് അവൻ ഇതേ രീതിയിൽ ഇതേ പാറ്റേണിൽ തന്നെ പിന്നെ കമന്റ് ചെയ്ത് നമ്മളെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു.